ജയമോഹൻ ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ ഒതുക്കി. പിന്നെയാണോ ഈ പയ്യൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അവനെ പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചയക്കും? ആ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ സാർ? വേണം. ഒരു 5000 രൂപ ഇന്ന് തന്നെ അയാളുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തേക്ക്. ശരി സാർ. ജയമോഹൻ വരട്ടെ, നിങ്ങളത് പോയിക്കോളൂ. ഓക്കെ. ഹലോ, വേണം. ഇരിക്കും മിസ്റ്റർ ജയമോഹൻ. വിവാഹമൊക്കെ നിശ്ചയിച്ചു എന്ന് കേട്ടു. മിസ്റ്റർ മേനോൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. വളരെ നല്ല കാര്യം. മരിച്ചുപോയ ഭാര്യയുടെ അനിയത്തിയാവുമ്പോ കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ലോഡ് കസ്റ്റഡിയിലെടുത്തു. കള്ള രജിസ്ട്രേഷൻ ആയിരുന്നു. പെർമിറ്റ് ഇല്ലാത്ത സ്പിരിറ്റ് ആയിരുന്നു ലോറിയിൽ. 10 ലക്ഷം രൂപയുടെ സ്പിരിറ്റ്. മൈ ഗോഡ്, 10 lakhs. ആ ലോറിയും സ്പിരിറ്റും നിങ്ങളുടേതാണ്. വാട്ട്? എന്റേതോ? അതെ. മന്ത്രിമാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അമ്മാനമാടുന്ന കോടീശ്വരനായ ലയൺ സി മേനോന്റേത്. എന്നാര് പറയുന്നു? ആ ലോറി ഓടിച്ചിരുന്ന നിങ്ങളുടെ ഡ്രൈവർ പറയുന്നു. ഐ സി. അയാൾ എവിടെ? എന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയട്ടെ. വിളിക്കൂ. അവനെ നിങ്ങൾ കൊന്നു. ലോക്കപ്പിൽ കിടന്നവനെ വിഷം കൊടുത്തു കൊന്നു. മിസ്റ്റർ ജയമോഹൻ, നിങ്ങൾ ഈ പോലീസ് ഉദ്യോഗം രാജിവെക്കണം. എന്നിട്ട് ഡിറ്റക്റ്റീവ് കഥകൾ എഴുതണം. നല്ല ഭാവന. താങ്ക്സ്. നിങ്ങളെപ്പോലുള്ള ചില സിംഹങ്ങളെ കൂട്ടിലടച്ച ശേഷം കഥ എഴുതി തുടങ്ങിക്കൊള്ളാം. എന്താ പോരെ? ഞാൻ ഇവിടുത്തെ ലയൺ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. എന്റെ നിലയും വിലയും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നല്ലതുപോലെ അറിയാം. പക്ഷെ മഹത്തെന്ന് പൊതുജനങ്ങൾ കരുതുന്ന ആ സ്ഥാപനത്തിന്റെ മറുപിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന കള്ളക്കടത്താണ്, വഞ്ചനയാണ്. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ മകൻ എന്ന നിലയിൽ ഞാൻ ഇതുവരെ ക്ഷമിച്ചു. നിങ്ങൾ വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങളുടെ പോലീസ് മന്ത്രി പോലും എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. പക്ഷെ ഞാൻ സംസാരിക്കും. മന്ത്രിമാർക്ക് വേണ്ടത് മന്ത്രി കസേരയും വോട്ടും പണവുമാണ്. എന്നെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത് സത്യവും നീതിയും ധർമ്മവുമാണ്. മന്ത്രിമാർ പറയാൻ വിറയ്ക്കുന്നിടത്ത് ഞങ്ങൾ ധൈര്യപൂർവ്വം പറയും, പ്രവർത്തിക്കും. എങ്കിലൊന്ന് പ്രവർത്തിച്ചാട്ടെ. പ്രവർത്തിക്കാൻ തന്നെ പോവുകയാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റോ? വെരി ഗുഡ്. ആ വാറണ്ട് ഒന്ന് കാണട്ടെ. എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് എവിടെയെന്നാണ് ചോദിച്ചത്. ഓൾ റൈറ്റ്. ഞാൻ വാറണ്ടുമായി വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യും 1 മണിക്കൂറിനുള്ളിൽ. അതിനിടയിൽ നിങ്ങൾ ഒളിയിൽ പോകാനാണ് ഭാവമെങ്കിൽ എന്തിന്? ഞാൻ നിയമത്തെ മാനിക്കുന്ന നമ്പർ 1 സിറ്റിസനാണ്. ഗോ ആൻഡ് ഗെറ്റ് ദ വാറണ്ട്. ഓക്കെ. അവൻ എനിക്ക് അറസ്റ്റ് വാറണ്ട് കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. വീട്ടിലെത്തുന്നതിന് മുൻപ് അവന് യമന്റെ വാറണ്ട് കൊടുക്കണം. യെസ് സർ. ഹലോ, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ്. ജയമോഹൻ ആക്സിഡന്റോ? കമ്മീഷണർ ഇവിടെ ഇല്ലല്ലോ.
ട്രെയിനിന് സമയമായല്ലോ, ഇനിയും താമസിച്ചാൽ പറ്റില്ല. ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടാ ജയേട്ടൻ പോയത്. എന്നിട്ട് പിന്നെന്താ ഇത്രയും താമസിക്കുന്നത്? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പുറപ്പെട്ടോളൂ. അത് വേണ്ട മുത്തച്ഛ, ഡാഡി വന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എന്താ ശങ്കരകുട്ടി? Come on. ജയൻ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളെ കണ്ടോളൂ, ഇല്ലെങ്കിൽ ബോർഡിങ് വരും. കാറി കയറ. കയറാനല്ലേ പറഞ്ഞത്? ഡാഡി അയക്കോ മുത്തച്ഛ? അയക്കാം മോളെ. എന്നയക്കും മുത്തച്ഛ? നാളെ അയക്കാം. തീർച്ച. ഡ്രൈവർ, കാർ എടുത്തോളൂ.